ശ്വാസം വിടാൻ പോലും അവസരം കൊടുക്കാതെ പോച്ചനെ പോലീസ് പൊക്കിയത് ഇങ്ങനെ. സ്വതവേ ആത്മവിശ്വാസം അല്പം കൂടുതലുള്ള പോച്ച തനിക്കെതിരെ ഇത്രയും വേഗം ഒരു അറസ്റ്റ് നടപടി ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ അതിനുള്ള മാർഗങ്ങൾ ഇതിനോടകം ചടുലമായി നോക്കുകയും ചെയ്യുമായിരുന്നു. ആദ്യഘട്ടത്തിൽ നടി പേര് പോലും പരാമർശിക്കാതെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു പ്രമുഖ വ്യവസായി എന്ന് മാത്രം സൂചിപ്പിച്ച് തനിക്കെതിരായി ഉണ്ടായ അധിക്ഷേപകരമായ പരാമർശങ്ങളെപ്പറ്റി പോസ്റ്റിട്ടത്. നടി ആ പരാമർശം നടത്തിയപ്പോൾ പോലും പോച്ചൻ അധിക്ഷേപം തുടരുകയായിരുന്നു. എന്ന് മാത്രമല്ല, പോച്ചയുടെ സൈബർ കൊട്ടേഷൻ ടീമിന്റെ ഭാഗത്തു നിന്നും വലിയ ആക്രമണമാണ് നടിക്കെതിരെ ഉണ്ടായത്. ഇതിനെ തുടർന്ന് നടിയെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സിനിമാ മേഖലയിലുള്ളവർ മാത്രമല്ല സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ നടിക്ക് പിന്തുണയുമായി എത്തുകയുണ്ടായി. തുടർന്ന് നടി തന്റെ അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് വിശദമായ പരാതി തയ്യാറാക്കി കൊച്ചി സെൻട്രൽ പോലീസിന് കൈമാറുകയായിരുന്നു. മാത്രമല്ല, നടി ADGP മനോജ് എബ്രഹാം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് എല്ലാ പിന്തുണയും നൽകുമെന്ന ഉറപ്പും ലഭിക്കുകയുണ്ടായി. തുടർന്ന് ADGP മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയുണ്ടായി. മുൻകൂർ ജാമ്യം തേടാനും അത് ലഭിക്കും വരെ പ്രതി ഒളിവിൽ പോകാനുമുള്ള പഴുതുകൾ അടച്ചുകൊണ്ടായിരുന്നു അവരുടെ ഓപ്പറേഷൻസ്. ബോബി ചെമ്മണ്ണൂർ കൺമുന്നിൽ തന്നെയുണ്ട് എന്ന് ഉറപ്പാക്കുകയായിരുന്നു പിന്നീട് ചെയ്തത്. ജുവലറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബോബി കോയമ്പത്തൂരിലേക്ക് പോകുവാൻ സാധ്യതയുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചു. അതുകൊണ്ട് തന്നെ പരാതി ലഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൊച്ചി സെൻട്രൽ പോലീസ് സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ലോക്കൽ പോലീസ് പോലും വിവരം അറിഞ്ഞില്ല. ഈ വിവരം അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഇൻഫർമേഷൻ നൽകി ബോബി രക്ഷപ്പെടുമായിരുന്നു. മുൻകൂർ ജാമ്യം കിട്ടിയ ശേഷം മാത്രമേ ബോബിയെ പിന്നെ കാണുവാൻ കിട്ടുകയുള്ളായിരുന്നു. ഇന്ന് പുലർച്ചെ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വാഹനം തടഞ്ഞ് ആണെന്നാണ് വിവരം. കോയമ്പത്തൂരിലേക്ക് പോകും വഴി വയനാട്ടിലെ 1000 ഏക്കറിന് സമീപത്ത് വെച്ച് പോലീസ് ബോബിയുടെ വാഹനം തടയുകയായിരുന്നു. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും വയനാട് SP തപോഷ് ബസുമതാരിയുടെ സ്ക്വാഡും ചേർന്നാണ് ബോബിയെ പിടികൂടിയത്. പ്രതിയെ പുത്തൂർവയൽ പോലീസ് ക്യാമ്പിൽ എത്തിച്ച ശേഷം കൊച്ചിയിലേക്ക് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പോലീസ് ജീപ്പിൽ കൊണ്ടുപോയി. വൈകിട്ട് 6:30യോടെ സംഘം കൊച്ചിയിൽ എത്തിച്ചേർന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നതുകൊണ്ട് നാളെയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ബോബി മുതലാളിയുടെ ആളുകൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ തന്നെ അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കും. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയക്കുവാൻ നിർദ്ദേശിക്കുവാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ജയിലിൽ കഴിയേണ്ടി വരും. എന്നാൽ സ്റ്റേഷനിൽ ഇന്നിരുത്തി രാവിലെ കോടതിയിൽ ഹാജരാക്കിയാൽ അവിടെ നിന്ന് ജാമ്യം ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കോയമ്പത്തൂരിൽ ബോബിയുടെ പുതിയ ജുവലറിയുടെ ഉദ്ഘാടനം ഇന്നായിരുന്നു നടക്കേണ്ടിയിരുന്നത്. ബോബിയും നടി ഹൻസകയും ചേർന്നായിരുന്നു ഉദ്ഘാടനം നടത്തേണ്ടിയിരുന്നത്. അവിടേക്ക് പോകുവാനുള്ള യാത്രക്കിടയിലാണ് രാവിലെ ബോബി പിടിയിലായത്. ബോബി കസ്റ്റഡിയിലായിട്ടും കോയമ്പത്തൂരിൽ ജുവലറിയുടെ ഉദ്ഘാടനം നടന്നു. ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല സംഭാഷണങ്ങൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 75(4) വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെ IT ആക്ടിലെ 67 വകുപ്പ് പ്രകാരവുമാണ് ബോബിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും. താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട തന്റെ പോസ്റ്റിൽ പറയുന്നത്. ഒരു ഭരണകൂടമുണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ച ഒരു നിമിഷമാണ്. എനിക്ക് അത്രയും സന്തോഷം നൽകുന്നു. കാരണം എന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തും സംസാരിക്കാൻ ഒരു അവസരം ഞാൻ ചോദിച്ചിരുന്നു. അത് എനിക്ക് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം കൃത്യമായി വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. അതേപോലെ തന്നെ DGP സാറിന്റെ അടുത്തും മറ്റ് പോലീസ് ഓഫീഷ്യൽസിന്റെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അവിടുന്ന്
എന്നൊക്കെ എനിക്ക് അത്രയും വലിയൊരു പിന്തുണ. കാരണം അങ്ങനെ ഒരു വിഷയമാണ് ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ അത്രയും ഒരിക്കലും സമാധാനമാണ്, സന്തോഷത്തിനപ്പുറം എനിക്കൊരു സമാധാനമാണ് കിട്ടുന്നത്. ഇത്രയും ആളുകൾ അതിനെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഈ ഒരു വിഷയത്തിൽ എന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അത്രയധികം ഒരു ഹ്യൂജ് സപ്പോർട്ടാണ് എനിക്ക് സമൂഹത്തിൽ നിന്നും കിട്ടുന്നത്. എന്റെ ഇൻഡസ്ട്രിയിൽ നിന്നായാലും അല്ലെങ്കിൽ മറ്റു മേഖലയിൽ നിന്നൊക്കെ ആയാലും ഒത്തിരി ആളുകൾ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ എന്റെ അടുത്ത് പറയുന്നു, ഇപ്പം നിങ്ങൾ ഈ എടുത്തൊരു ഡിസിഷൻ അത് നേരത്തെ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. നിങ്ങൾ ഇത്രയും വൈകിപ്പോയി എന്നുള്ളതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് പല ആളുകൾ എന്നോട് പറയുന്നത്. തീർച്ചയായിട്ടും ഇനിയും മുമ്പോട്ട് കംപ്ലൈന്റുകൾ ഉണ്ടാവും. നമുക്ക് അത് വഴിയെ ഫയൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി നമുക്ക് അതിനുള്ള ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അദ്ദേഹത്തിന് മാപ്പ് പറയണമായിരുന്നെങ്കിൽ ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാം ചെയ്ത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ മോശം കമന്റ്സുകൾ വന്നപ്പോൾ ഞാൻ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ മാനേജേഴ്സിന്റെ മുഖേന വിളിച്ച് അറിയിച്ചത് കാര്യമാണ് അദ്ദേഹത്തോട്. അന്നേരം ആ സമയം അദ്ദേഹത്തിന് പറയാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന് എന്നെ വിളിച്ചപ്പോഴും ഞാൻ അത് ചെയ്യില്ല, അതിന്റെ റീസൺ ഇതാണ്, എനിക്ക് ഇത്രയും മാനസികമായ ബുദ്ധിമുട്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടായി എന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം ചെയ്തില്ല. വീണ്ടും അദ്ദേഹം ഇത് റിപ്പീറ്റ് ചെയ്യായിരുന്നു ചെയ്തത്. അപ്പൊ അതൊരു ചാനലിൽ വന്ന് ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ട് എനിക്കോ എന്റെ കുടുംബത്തിനോ ഉണ്ടായ ബുദ്ധിമുട്ട് മാറുമെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. നമ്മളൊരു കേസ് കൊടുത്ത് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എഫേർട്ടും നമ്മുടെ ടൈമും നമ്മുടെ ഇമോഷണലി ഒക്കെ നമ്മൾ അത്രയും ഇൻവോൾവ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു ചെറിയ പ്രോസസ്സേ അല്ല ഇതൊന്നും. അപ്പൊ അതിലേക്ക് എന്നെ കൊണ്ടുപോയി ഡ്രാഗ് ചെയ്തിട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. വ്യക്തിയും അതിൽ സമൂഹത്തിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ അതേ മനോനിലയുള്ള കുറെ ആളുകളും അതിന് ഉത്തരവാദികളാണ്. അപ്പൊ അതിനുള്ള ബാക്കി കാര്യങ്ങൾ നിയമത്തിന്റെ വഴിയെ തന്നെ പോകുള്ളൂ. എന്റെ ധൈര്യം ഇപ്പോഴാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാനും ഇപ്പൊ അതിന്റെ ഒരു എന്താ പറയുക ഒരു റെവല്യൂഷനിലൂടെ കടന്നു പോവാണ്. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു കാര്യത്തിലും പേടിച്ചു മാറുന്ന ഒരാളല്ല. ബോബിയെ അറസ്റ്റ് ചെയ്ത് എറണാകുളത്തിലേക്ക് എത്തിക്കുന്ന ദൃശ്യം കാണുക. ഈ ശുഷ്കാന്തി ഉടൻ സിദ്ദിഖിനെ പിടിക്കുവാൻ എന്താണ് കാണിക്കാതിരുന്നത്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.